എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇപ്പതേ സ്കൂളൊക്കെ തുറക്കാറായല്ലേ. അപ്പോൾ സുക്രുമണിനെയും ഈ പ്രാവശ്യം സ്കൂളിലേക്ക് ചേർത്തിട്ടുണ്ട്, LKGക്ക് ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതിനോടനുബന്ധിച്ച് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കണമല്ലോ. ഇത് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയതുകൊണ്ട് എനിക്ക് ഒരു ഐഡിയ ഇല്ല എവിടെ തുടങ്ങണം എവിടെ അവസാനിപ്പിക്കണം എന്നൊന്നും കേട്ടോ. അപ്പോൾ പ്രധാനമായിട്ട് നമ്മൾ മെയിനായിട്ട് മേടിക്കേണ്ട കുറച്ച് സാധനങ്ങളുണ്ടല്ലോ. അപ്പോൾ അത് തന്നെ ആദ്യം തന്നെ മേടിച്ച് വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ബുക്സിൻ്റെ കാര്യം അവിടെ എന്നിട്ട് ആ ടെക്സ്റ്റ് ബുക്കൊക്കെ കൊടുത്തതിന് ശേഷം നോട്ട്ബുക്കൊക്കെ അവരോട് ചോദിച്ചിട്ട് കറക്റ്റായിട്ട് മേടിക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പം ഞാനിപ്പോൾ ഇന്ന് മേടിക്കാൻ പോകുന്നത് ആദ്യം തന്നെ ബാഗൊക്കെ ഒന്ന് സെലക്ട് ചെയ്തു കേട്ടോ. ഇത് മേടിക്കണമെന്ന് കേട്ടപ്പോൾ തന്നെ സുക്രുമണിനോട് പറഞ്ഞത് സ്പൈഡർമാൻ്റെ മാത്രം അമ്മ മേടിക്കാൻ പാടുള്ളൂ. അപ്പോൾ അവിടെയുള്ള എല്ലാ സ്പൈഡർമാൻ്റെ ബാഗും ഞങ്ങൾ എടുത്ത് മൊത്തം പരിശോധിച്ചിട്ട് എന്നിട്ട് ഇഷ്ടമുള്ളവരെണ്ണാണ് എടുത്തത്. ഇവിടെ ആണെങ്കിൽ ഭയങ്കര കളക്ഷൻ ആയിരുന്നു കേട്ടോ. ഇത് കോണത്തുകുന്ന് അലങ്കാർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കടയാണ്. എല്ലാ സാധനങ്ങളും ഒരു കൊടക്കീഴിൽ എന്ന് പറയില്ല, അതാണ് കേട്ടോ. ഇതൊരു പ്രൊമോഷനോ കാര്യങ്ങളോ ഒന്നുമല്ല. ഞാനവിടെ പോയിട്ട് എൻ്റെ എല്ലാ കാര്യങ്ങളും അവിടെ തന്നെ എനിക്ക് കിട്ടി കേട്ടോ. അപ്പോൾ ബാഗ് മേടിച്ചു. പിന്നെ എന്നിട്ട് ആ മഴക്കോട്ട് മേടിച്ചിട്ടോ. മഴക്കോട്ട് 2 പേർക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഷൂ മേടിക്കണം. പിന്നെ ഇതേപോലത്തെ ബ്ലാക്ക് ചെരുപ്പ് മേടിക്കണം. മഴയാവുമ്പോൾ ഇതാണ് ഇട്ടുകൊണ്ട് പോകേണ്ടതെന്ന് ടീച്ചർ ഫോട്ടോ ഒക്കെ അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതേപോലത്തെ ഒന്ന് നോക്കി വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ എന്താണ്, സുക്കുറിനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിന് ഒരു ഉദ്ദേശം വെച്ചിട്ടാണ് കേട്ടോ ഞാൻ വാങ്ങിച്ചത്. പക്ഷെ അതൊക്കെ കറക്റ്റ് ഭാഗമായിരുന്നു. പിന്നെ 2 ചവിട്ടി അത് വീട്ടിലേക്ക് വേണ്ടി വാങ്ങിച്ചതാണ് കേട്ടോ. പിന്നെ എന്നിട്ട് ആ ബോക്സ് വാങ്ങിച്ചു. പിന്നെ എന്നിട്ട് ആ വാട്ടർ ബോട്ടിൽ അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ടായിരുന്നു. അത് അപ്പുറത്തൊരു ബിൽഡിങ്ങിലാണ്. അപ്പോൾ അവിടെ ചെന്നിട്ട് അത് നോക്കി തന്നെ വാങ്ങിച്ചു. എല്ലാം ഒരു സ്പൈഡർമാൻ മയാണ് കേട്ടോ. പിന്നെ അത് എനിക്കൊരു ഒരു പാസർ ഇഷ്ടമായതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് ആ ഒരു പാദസരവും വാങ്ങിച്ചു കേട്ടോ. എല്ലാതും ഉണ്ട്, നമ്മുടെ ഫാൻസി ഐറ്റംസും എല്ലാതും ആ ഒരു കടയിലുണ്ട് കേട്ടോ. അപ്പോൾ അതേ ഞങ്ങൾ സൂചന അതിൻ്റെ ഇടയ്ക്ക് എന്നെ ആക്കിയിട്ട് കടയിലേക്കൊന്ന് പോയിട്ട് വന്നു കേട്ടോ. അപ്പോൾ എന്നെ കൊണ്ടുവരാൻ വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് പിന്നെ ഇത് 2 പേർക്കും എന്തോ കളിപ്പാട്ടവും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ പാക്ക് ചെയ്തിട്ട് ഞങ്ങളിതേ പോവാണ്. അപ്പോൾ ഇത് മേടിച്ച സാധനങ്ങൾ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ, ഇതൊരു സ്പൈഡർമാൻ അല്ല കേട്ടോ കറക്റ്റ്, വേറെ എന്തോ ആണ്, എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. സ്പൈഡർമാൻ്റെ തൊപ്പിയുള്ളത് അങ്ങനെ എന്തോ ആണ്. എന്തെങ്കിലും മണ്ടത്തരം ഉണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കാം കേട്ടോ, എനിക്കിതിനെ പറ്റി വലിയൊരു ഐഡിയ ഇല്ല. പിന്നെ എന്നിട്ട് അത് ഈ ഒരു ചെരുപ്പ്, ഷൂ, വാട്ടർ ബോട്ടിൽ, ഇത് 2 മഴക്കോട്ട്, ബോക്സ്, പിന്നെ ഒരു ലഞ്ച് ബാഗ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എന്തൊരു ലഞ്ച് ബോക്സ്, ടിഫിൻ ബോക്സ്. പിന്നെ എൻ്റെ കയ്യിൽ കാണുന്ന ലിപ്സ്റ്റിക്, അവിടെ ഒരുപാട് ടെസ്റ്റർ ഉണ്ടായിരുന്നു കേട്ടോ ലിപ്സ്റ്റിക്കിൻ്റെ. അതൊക്കെ വെറുതെ ഷെയ്ഡ് നോക്കിയാണ്, ഞാൻ വേറെ ഒന്നും വാങ്ങിച്ചില്ല. പിന്നെ ഈ ഒരു 2 ചവിട്ടിയും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയാണ് ഞാനിന്ന് ഷോപ്പ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ മേടിച്ചിട്ടുള്ള സാധനങ്ങൾ കേട്ടോ. ഇത്രയും മേടിച്ചപ്പോൾ തന്നെ അത്യാവശ്യം നല്ല എമൗണ്ടായി. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ലോക്കൽ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ പിള്ളേരാണ്, അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നശിപ്പിക്കുക. അപ്പോൾ നമ്മൾ പപ്പോയോ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കേണ്ടി വരും. അപ്പോൾ വാങ്ങിച്ചപ്പോൾ നല്ലത് വാങ്ങിച്ചു. പിന്നെ എനിക്കിത് ഭയങ്കര സന്തോഷമുള്ളൊരു എക്സ്പീരിയൻസ് ആണ്. എൻ്റെ മോൻ സ്കൂളിൽ പോകാറാവുമ്പോൾ ഇതൊക്കെ മേടിക്കുമ്പോൾ എനിക്ക് നല്ല സന്തോഷമാണ് കേട്ടോ. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമാണ്. അപ്പോൾ നോക്കി എൻ്റെ മുഖത്ത് കണ്ടോ, ഇവിടെ ഒരു കുരു, ഇവിടെ ഒരു കുരു, അങ്ങനെ എൻ്റെ മുഖത്ത് അങ്ങനെ കുരുവൊന്നും വരാറില്ല. ഇതെന്താണെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം അങ്ങനെ കഴിഞ്ഞു കേട്ടോ. ബുക്സും കാര്യങ്ങളൊന്നും ഞാൻ വാങ്ങിച്ചിട്ടില്ല, കാരണം എനിക്കറിയില്ല അതിനെപ്പറ്റിയുള്ളൊന്നും, എത്ര വിഷയങ്ങളുണ്ട്, എങ്ങനെയൊക്കെയാണ് ബുക്ക്, ഇനിയിപ്പോൾ അവിടെ നിന്ന് തരും. ഒരു അനൗൺസ്മെൻറ്റും വന്നിട്ടില്ല ഇതുവരെ. ഗ്രൂപ്പൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ യൂണിഫോമിൻ്റെ മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ എടുത്തു, അതൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ബാക്കിയെല്ലാം അഡ്മിഷൻ്റെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ജൂണൊരു 2nd വീക്ക് മുതൽ തുടങ്ങുള്ളൂ, 1st മുതൽ തുടങ്ങില്ല എന്നാണ് ഞാൻ കേട്ടറിവ് കേട്ടോ. അപ്പോൾ അതൊക്കെ എനിക്ക് സത്യം പറഞ്ഞാൽ നല്ല ടെൻഷനാണ്. ഇവൻ എങ്ങനെ അവിടെ ഇരിക്കുമോ, നിൽക്കുമോ, പഠിക്കുമോ എന്നൊക്കെ എനിക്ക് ഭയങ്കര ടെൻഷനാണ് കേട്ടോ. അപ്പം എന്നാലും എല്ലാ അമ്മമാർക്കും ഉണ്ടാകുന്ന ടെൻഷൻ എനിക്കുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് ചുവടുകളാണ് ഇന്നത്തെ ഒരു വ്ളോഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു വ്ളോഗ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ മക്കൾക്ക് സാധനങ്ങളൊക്കെ വാങ്ങിച്ചോ ഇല്ലയോ എന്നൊന്ന് കമൻറ്റ് ചെയ്യണം. ഇന്നലെ വരെ എന്തിനാണ് മഴ പെയ്ത് തകർക്കായിരുന്നു ഇന്നലെ വരെ. ഇന്നെന്തോ കുറച്ച് നേരം വെയിലുണ്ടാവും, കുറച്ച് നേരം ഒന്ന് മങ്ങി നിൽക്കും. എന്നാലും മഴ അങ്ങനെ കണ്ടിന്യൂസ് ഒന്നും പെയ്യുന്നില്ല. ഞങ്ങളുടെ അവിടെയൊക്കെ 3-4 പോസ്റ്റ് തകർന്ന് വീണിരിക്കുകയാണ്, ഒരു മാവ് വീണിട്ട്. അപ്പം അതുകൊണ്ട് കറണ്ട് ഇല്ല. അമ്മ വന്നിട്ടുണ്ട് അവിടെ തുമ്പിനെ സുക്രുവിനെ നോക്കാനായിട്ട്. ഞങ്ങൾ അവിടെ ചെന്നിട്ട് വേണം അമ്മയ്ക്ക് പോകാനായിട്ട്. അപ്പോൾ ആനാപ്പുഴയിൽ കറണ്ട് ഉണ്ട്, പുല്ലൂറ്റ് കറണ്ട് ഇല്ല. അങ്ങനെ അതുകൊണ്ട് ദുരിതാവസ്ഥയിലാണ്. കറണ്ട് ഇല്ലെങ്കിൽ എന്തിനു കൊള്ളാമല്ലേ. അപ്പോൾ അത്രയുള്ള ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അത്രയുള്ള അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവർക്ക് എല്ലാവർക്കും ചാച്ചാ ബൈ ബൈ, സീ യു.